ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ക്യാരറ്റ് പോളയുടെ റെസിപ്പി, അതേപോലെ എൻ്റെ വീട്ടിലെ കുറച്ച് പ്ലാന്റ്സുകളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. ഇതിൻ്റെ രണ്ടും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പോള തയ്യാറാക്കാനുള്ള ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി. വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കാം. നമുക്കൊരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. നന്നായിട്ട് വെന്തുടയേണ്ട ആവശ്യമില്ല, 2 വിസിൽ വന്നാൽ മതി. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചെടി ഒന്ന് കണ്ടുവരാം. നമ്മളെ വീട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ സിറ്റ് ഔട്ടിലും ബെഡ്റൂമിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ബോക്സുകളുണ്ട്, അതിൽ വെച്ച കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഒരേപോലത്തെ പ്ലാന്റുകളാട്ടോ വെച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചത് മിനിയേച്ചർ മരമുല്ലയാണ്. ഇത് നല്ല ഭംഗിയാണ്, ലീഫ് കാണാൻ ആർട്ടിഫിഷ്യലിൻ്റെ പോലെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഫ്ലവർ ചെയ്താൽ നല്ല സ്മെല്ലാട്ടോ, നമ്മളെ നാടൻ മുല്ലേൻ്റെ അതേ സ്മെല്ലാണ്. പക്ഷേ ഫ്ലവർ അത്ര വലുപ്പം ഉണ്ടാവില്ല, ചെറുതായിരിക്കും. തിക്കായിട്ട് നല്ല രീതിയിൽ ഒരുപാട് നിറഞ്ഞു പൂ വിരിയും കേട്ടോ. അപ്പോൾ ഈ പച്ചപ്പിൽ നല്ല വെള്ള നിറത്തിൽ പൂ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് നമ്മൾ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ. ഇതൊക്കെ നിങ്ങളിപ്പോൾ വീട് പണി നടക്കുന്നവരോ അങ്ങനെ പ്ലാന്റ് വാങ്ങി വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റ് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങി വെച്ചോളി, നല്ല പ്ലാന്റാണ്. പിന്നെ ഈ കാണുന്ന പ്ലാന്റാണ് കലേഡിയം. ഇത് കലേഡിയത്തിൽ പറ്റൊരു വെറൈറ്റിയാണ്, ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. പക്ഷെ ഇത് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് ഭയങ്കര ഭംഗിയാട്ടോ. ഇത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നിറഞ്ഞു വരും. 1-2 തൈകൾ വെച്ചാൽ മതി, എന്നാൽ തന്നെ നിറഞ്ഞ് വലിയ ലീഫായിട്ട് ആ ചട്ടി പെട്ടെന്ന് നിറഞ്ഞു വരും, നല്ല രസം കാണാൻ. അപ്പോൾ ഇതന്നെ ഞാൻ ഇവിടെ വെച്ചപ്പോൾ ചെറിയ തൈകൾ പിന്നെ കുറച്ച് കൂടുതലായിട്ട് വെച്ചേക്കായിരുന്നു. ഒരു 1.5 മാസം കൊണ്ട് ഇത് ഇതേപോലെ ഇങ്ങോട്ടായി വന്നിട്ടുണ്ട്. ഇത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണിൽ ചകിരിച്ചോറും കമ്പോസ്റ്റും ചാണകവും മിക്സാക്കിയിട്ട് തൈകൾ വെച്ചെടുക്കണം. അപ്പോഴാണ് പെട്ടെന്ന് തൈകൾ ഉണ്ടായിട്ട് ബുഷായിട്ട് വരും കേട്ടോ. പിന്നെ ഈ കാണുന്ന പ്ലാന്റാണ് കലാത്തി. ഇതെല്ലാവരും വീട്ടിലും, ഇപ്പോൾ അധിക വീട്ടിലും നമ്മൾ കാണുന്നൊരു സാധനമാണ്. ഇതെല്ലായിടത്തും നമ്മൾ കാണുമ്പോൾ നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഇത് ഹൈറ്റ് കൂടുന്നില്ല, അങ്ങനെ ബുഷിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ ഇത് റെഡി ആയിട്ട് ഹൈറ്റ് കൂടുമായിരിക്കും എന്നുള്ളൊരു വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഫ്ലവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണിലൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു, ഇങ്ങനെ ഇതിൻ്റെ ഫ്ലവർ നമ്മൾ കൊണ്ടുപോയി മണ്ണിലിട്ട് കഴിഞ്ഞാൽ തൈകളുണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ മണ്ണിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് തൈകൾ വരുമോ നോക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ ക്യാരറ്റ് എന്തായി നോക്കാം. ഉഷാറായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ക്യാരറ്റ് ബോൾ ഉണ്ടാക്കാൻ നമുക്കൊരു മീഡിയം സൈസ് 3 ക്യാരറ്റ്, ഒരു 4 ടീസ്പൂണ് പാൽപ്പൊടി, അതുപോലെ കിസ്മസും കാഷ്യൂ നട്ട്സും 3 മുട്ട, ഇത്രയും സാധനം മതി. ഇത് നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ക്യാരറ്റ്, 3 മുട്ട, 4 ടീസ്പൂൺ പാൽപ്പൊടി, 2 ചെറിയ ഏലക്ക, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ. ഇനി നമുക്ക് വേവിക്കാനുള്ള ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിൽ തന്നെ നമ്മൾ മാറ്റി വെച്ച കിസ്മസും കാഷ്യൂ നട്ട്സും ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പാനിലേക്ക് തന്നെ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എയർ പോകാൻ വേണ്ടിയിട്ടൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ച കിസ്മിസും കാഷ്യൂസും ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഉഷാറായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കുക. കാരണം നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുന്ന സ്നാക്സിന് പകരം ഇതൊന്നും
ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മൾ വേവിച്ചതിൽ ബാക്കിയുള്ള ക്യാരറ്റ് ഞാൻ ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കൽ. നമുക്ക് ആവശ്യാനുസരണം ജ്യൂസോ പായസമോ അല്ലെങ്കിൽ സലാഡ് ഉണ്ടാക്കാമല്ലോ. ഞാനിതുകൊണ്ടുള്ളൊരു സലാഡിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാ അടുത്തായിട്ട് തന്നെ സെൻഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.